ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഒരു പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലെ ഒരു തൊഴിലവസരമായിട്ടാണ്. ഈ വേക്കൻസി വന്നിട്ടുള്ളത് അലയൻസ് എന്ന് പറയുന്ന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് നിലവിൽ അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നത്. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് എന്നൊരു പൊസിഷനിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ ഒരു റിക്രൂട്ട്മെന്റ് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് എക്സ്പീരിയൻസ് ആവശ്യമില്ല. നിങ്ങൾ ഫ്രഷേഴ്സ് ആണ്, അതേപോലെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മറ്റു മേഖലയിലൊക്കെ കസ്റ്റമർ സർവീസ് മേഖലയിലൊക്കെ ഒരു 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും പ്ലസ് ഒരു ഡിഗ്രിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അലയൻസിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇത് വരുന്നത്. ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെയാണ് സെലക്ഷൻ വരുന്നത്. ഡ്രൈവ് എന്ന് പറയുമ്പോൾ ആ ഡേറ്റ് കണ്ടാൽ ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു ഡേറ്റിൽ പോയി വാക്കിൻ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. കംപ്ലീറ്റ് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. അസോസിയേറ്റ് കസ്റ്റമർ സർവീസ് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. അസോസിയേറ്റ് എന്നാണ് പോസ്റ്റിന്റെ പേര് വരുന്നത്. ജോബ് റോൾ വരുന്നത് കസ്റ്റമർ സർവീസിലാണ്. ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനീന്റെ ക്ലയൻസ് ഒരുപക്ഷെ മറ്റുള്ള കൺട്രീസിലുള്ള കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ വിവിധ കമ്പനി ക്ലയൻസോ ആയിരിക്കും. സോ നിങ്ങൾ വോയിസ് ത്രൂ ആണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം. അത് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ റിക്വയർമെന്റ് നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സ് ഓർ കാൻഡിഡേറ്റ്സ് വിത്ത് എക്സ്പീരിയൻസ് ഇൻ ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ക്യാൻ അപ്ലൈ. അതായത് നിങ്ങൾക്ക് മറ്റു മേഖലയിൽ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങളൊരു ഫ്രഷറാണ്, അതേപോലെ നിങ്ങൾക്ക് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ്സിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, അതായത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒരുപോലെ ഈ ഒരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണം, അത് നിർബന്ധമാണ്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് അലയൻസ് സർവീസസ് ട്രിവാൻഡ്രം, നമ്മുടെ ടെക്നോ പാർക്കിലാണ് വരുന്നത്. ഫ്ലെക്സിബിലിറ്റി ടു വർക്ക് ഇൻ റൊട്ടേഷണൽ ഷിഫ്റ്റ്സ് എന്ന് അവർ എടുത്ത് പറയുന്നുണ്ട്. അതായത് ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം മറ്റുള്ള കൺട്രീസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കുമ്പോൾ അവരുടെ ടൈമിങ്ങിനനുസരിച്ച് നമ്മളിവിടെ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ ഇവന്റ് പാർട്ടിസിപ്പേഷൻ ഈസ് രജിസ്ട്രേഷൻ ബേസ്ഡ്, നോ വാക്കിൻസ് വിൽ ബി കൺസിഡേർഡ്. അതായത് ഡയറക്റ്റ് നിങ്ങൾ ഈ ഒരു ഡേറ്റിന് 21 സെപ്റ്റംബർ ഈ ഒരു ഓഫീസിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു ഓൺലൈൻ അസസ്മെന്റ് ഉണ്ടാവും, ഒരു എക്സാം ഉണ്ടാവും, ഒരു ചെറിയ ഓൺലൈൻ എക്സാം ഉണ്ടാവും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ലിങ്ക്, ഈ ഒരു QR സ്കാൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് 3 മന്ത്സിനുള്ളിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ദയവായി അപ്ലൈ ചെയ്യരുത്. അതായത് ഒരു 3 മന്ത്സ് കഴിഞ്ഞാൽ ഇനി വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് 3 മന്ത്സിന് ഉള്ളിൽ അപ്ലൈ ചെയ്ത് റിജക്റ്റ് ആയവരാണെങ്കിൽ ദയവായി ഇതിലേക്ക് അപ്ലൈ ചെയ്യരുത് എന്ന് ഒരു കാര്യം അവരുടെ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നുണ്ട്. സോ ഇതിന്റെ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് വരുന്നത് 21 സെപ്റ്റംബർ 2024 വരുന്ന ഈ മാസത്തെ 21 തീയതി തന്നെയാണ്. നിങ്ങൾ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക. എക്സാം സക്സസ് ആയാൽ നിങ്ങൾക്ക് മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങളെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കമ്പനി തന്നെ ഒരു മികച്ച മൾട്ടിനാഷണൽ കമ്പനിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു MNCയിൽ ജോലി നേടാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. മറ്റ് IT സ്കിൽസോ ഒന്നും അവർ ചോദിക്കുന്നില്ല. ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പ്ലസ് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.